ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് നോക്കാവേ. വായോ. പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പില പറിക്കണേ. നമുക്കതൊന്ന് പറിച്ചിട്ട് വരാവേ. ചെറിയൊരു കറിവേപ്പ് ഉണ്ട് നമുക്കിവിടെ. ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിൻ തൈ ഉള്ളത്. അങ്ങനെ വലുതൊന്നുമല്ല, ചെറിയൊരു കറിവേപ്പിൻ തൈയാണേ. ഇതിൽ നിന്ന് നമുക്കൊരു തണ്ട് അങ്ങ് നുള്ളിയെടുക്കാം. ഇനി പോയി നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടി ആക്കാവേ. അത് കഴിഞ്ഞ് നമുക്കൊരു ചട്ടി എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാവേ. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റണേ. ഇതിലേക്ക് നമ്മുടെ പാവയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതങ്ങ് മൂടി വെക്കാം. പലർക്കും ഈ പാവയ്ക്ക ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം ഇത് കയ്പ്പായത് കൊണ്ടല്ലേ. അതിനൊരു ടിപ്പുണ്ട് കേട്ടോ. പാവയ്ക്ക പകുതി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വാളംപുളിയുടെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ.